മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. എനിക്ക് പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറ മോനെ ദിനേശ. ഫ്ലാഷ് ബാക്ക്. എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഈ കേക്കണേ? പച്ചമലയിൽ പറഞ്ഞ വാണോടിക്കുക. വൃത്തികേട് പറയല്ലേ. എന്റെ വീടെന്താ ലോഡ്ജാണോ? എന്റെ വീട്ടിലാണ് മോളത്തെ മുറിയിൽ മാസ്റ്റുബേറ്റ് ചെയ്യണവൻ. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. സന്തോഷ് വർക്കി എന്നെ പറ്റി കുറ്റം പറയുന്നുണ്ട്. തനിക്ക് എന്തൊരു നടന്മാരെ പറ്റി കുറ്റം പറയാം, എന്നെ പറ്റി പറയാതിന്. താൻ എന്ത് തേങ്ങാ കൊലയാണോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? വെറുതെ പറയണം, ആരും വിശ്വസിക്കരുത്. അയ്യോ, സത്യമായിട്ടും ഉള്ളതാ. വിശ്വസിച്ചൊന്ന് കുനിഞ്ഞു നിൽക്കാൻ പറ്റുകയില്ല. കുരിപ്പുകളുടെ കളി കണ്ടില്ലേ? തെറ്റ് ചെയ്യാത്തവരായി ആരാ ഗോപു ഉള്ളത്? ഞാനിത് ഗ്ലിസറിൻ തേച്ച് കരയുന്നതല്ല, റിയലായിട്ട് കരയുകയാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അത് വിശ്വസിക്കാനും വേണ്ടി മാത്രം മണ്ടനല്ലടാ ഞാൻ, മണ്ടനല്ല. സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് നീ വയസ്സും പ്രായമായില്ലേ, എന്തിനാ ഈ പിച്ചയ്ക്ക് നടക്കാൻ പോണേ? എന്തെങ്കിലും വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ആ പടം മുള്ളാൻ കൂടി പറ്റാത്ത അവസ്ഥയിൽ പോയി. എനിക്ക് നല്ല വിഷമുണ്ട് അല്ലടാ. എന്നോട് നീ ഉണ്ട് ഉണ്ടോ? എടാ ശ്രീധരൻ ഉണ്ണി, എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്റെ ഈ കരച്ചിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. കാരണം നിങ്ങള് മനുഷ്യന്മാരാ, വിശ്വസിക്കത്തില്ല. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? എനിക്ക് പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ്. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. ബന്ധുക്കള് വരെ എന്നെ പറ്റി എന്റെ വീട്ടിലാണ് മോളത്തെ മുറിയിൽ മാസ്റ്റുബേറ്റ് ചെയ്യണവൻ. മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ തോന്നിയത്? ഓ, നിനക്കങ്ങനെ ഏത് നേരത്തും തോന്നും. ബന്ധുക്കള് വരെ എന്നെ പറ്റി തെറ്റെന്റെ ഭാഗത്താ. സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? ലോകത്തെ മൊത്തം അപമാനിക്കുകയാണ് ഇപ്പൊ എന്നെ. നന്നായി മോനെ ഒന്നും ചെയ്യാഞ്ഞത്. ലോകത്തെ മൊത്തം അപമാനിക്കുകയാണ് ഇപ്പൊ എന്നെ. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ നാട്ടിക്കുകയാണ്. കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.